നമസ്കാരം. കർണാടകയിൽ ചരിത്രം കുറിച്ചിരിക്കുകയാണ് ടെർബോ. നിമിഷ നേരങ്ങൾ കൊണ്ട് മോളിവുഡിലെ പല റെക്കോർഡുകളും ചിത്രം റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ടെർബോ പോക്കറ്റിലാക്കുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അറിയിച്ചതാണ്, മോളിവുഡിലെ ഏറ്റവും വലിയ റിലീസിനൊരുങ്ങുകയാണ്, ഓവർസീസിൽ ഏറ്റവും വലിയ റിലീസിനൊരുങ്ങുകയാണ് ടെർബോ എന്ന ചിത്രം. ആ ഒരു റെക്കോർഡ് ഇനി ടെർബോക്ക് സ്വന്തമാണ്. ഇപ്പോഴിതാ മറ്റൊരു റെക്കോർഡ് കൂടി ടെർബോ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇന്ന് വരെ റിലീസ് ചെയ്ത മലയാള സിനിമകളിൽ ഏറ്റവും വലിയ കർണാടക റിലീസിനൊരുങ്ങുകയാണ് ടെർബോ എന്ന ചിത്രം. ബാംഗ്ലൂർ നഗരത്തിൽ മാത്രം ആദ്യ ദിവസം 51 തിയേറ്ററുകളിലാണ് ചിത്രം കളിക്കാൻ പോകുന്നത്. ആദ്യ ദിവസം കർണാടകത്തിൽ മാത്രം 150 ഷോ ചാർട്ട് ചെയ്തു കഴിഞ്ഞു ഇതുവരെ. മലയാള സിനിമയെ സംബന്ധിച്ച് ഇതൊരു വൻ റെക്കോർഡാണ്. ടെർബോ സിനിമയുടെ ഏറ്റവും പുതിയ ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങിയ കോട്ടക്കലിൽ ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥ വരെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കോട്ടക്കൽ സംഗീതയിൽ 6 ഷോയാണ് ചിത്രം ആദ്യ ദിവസം കളിക്കാൻ പോകുന്നത്. അതിൽ ഇപ്പോൾ തന്നെ ഒരു ഷോ ഹൗസ്ഫുള്ളും ബാക്കി 5 ഷോ ഓറഞ്ച് അലേർട്ടുമാണ് കാണാൻ സാധിക്കുന്നത്. ഇനി ലീന തിയേറ്ററിലേക്ക് പോകുമ്പോൾ ആദ്യ ദിവസം 5 ഷോകളാണ് ഇപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത്. ആ 5 ഷോയും ഇപ്പോൾ ഓറഞ്ച് അലേർട്ടാണ്. ടെർബോ സിനിമയുടെ ബുക്ക് മൈ ഷോ ഇൻട്രസ്റ്റ് 60,000 കടന്നിരിക്കുകയാണ്. കണ്ണൂർ തലശ്ശേരി ലിബർട്ടിയിൽ ആദ്യ ദിവസം ടെർബോ കളിക്കാൻ പോകുന്നത് ഏകദേശം 18 ഷോകളാണ്. ആ 16 ഷോയും ഇപ്പോൾ തന്നെ ഓറഞ്ച് അലേർട്ടാണ്. ഈ മണിക്കൂറിൽ ബുക്ക് മൈ ഷോയിലൂടെ ടെർബോയുടെ ഭാഗത്തു നിന്നും വിറ്റ് പോകുന്നത് ഏകദേശം 2000 മുകളിലുള്ള ടിക്കറ്റുകളാണ്. ഇന്നേ ദിവസം ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ നിന്നും മികച്ചൊരു പ്രീസെയിൽ കുതിപ്പ് നടത്താൻ സാധിച്ചിട്ടുണ്ട്. ഇന്ന് 8 മണിയോടെ പുറത്തു വന്ന കേരള പ്രീസെയിൽ കളക്ഷൻ അപ്ഡേറ്റ് പ്രകാരം ടെർബോ ആദ്യ ദിവസം കളിക്കാൻ പോകുന്നത് ഏകദേശം 1378 ഷോകളാണ്. ചിത്രത്തിന്റെ ഭാഗത്തു നിന്നായി വിറ്റുപോയ ടിക്കറ്റുകളുടെ എണ്ണമെന്ന് പറയുന്നത് 1,57,000 കടന്നിരിക്കുകയാണ്. തിയേറ്റർ ഓക്യുപ്പൻസി എന്ന് പറയുന്നത് 38%. ഇതുവരെ 26 ഹൗസ്ഫുൾ സ്റ്റാറ്റസും ചിത്രം നേടിക്കഴിഞ്ഞു. ഇന്ന് 8 മണി വരെ കേരള പ്രീസെയിൽ കളക്ഷൻ 2,45,00,000 രൂപയാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത്. വരും മണിക്കൂറിൽ ചിത്രത്തിന്റെ ടിക്കറ്റ് വിൽപ്പന ഇതിനേക്കാൾ ഉയരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.